ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് നമ്മൾ തുടങ്ങുന്നത് തന്നെ സത്യനാഥല്ല മൈക്രോസോഫ്റ്റിൻ്റെ CEO ആണ്. അപ്പോൾ പുള്ളി ഇന്ത്യയിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാക്കേജ്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുകയാണ്. അത് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു ഉണർവ് ഏകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, തീർച്ചയായിട്ടും അത് നമുക്കൊരു പോസിറ്റീവ് നോട്ട് തന്നെയാണ്. ഇതുപോലെയുള്ള വൻകിട കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ നിക്ഷേപ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അസ്വസ്ഥമാകുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഉള്ളിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. എന്നാലും ഇന്ത്യൻ സിഇഒമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ അതായത് CEO ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ നീൽമോഹൻ യൂട്യൂബിൻ്റെ CEO ആണ്. നീൽമോഹനെ CEO ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യൻ ഒറിജിനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് താല്പര്യമുള്ള ഒരുപാട് പേര് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കെട്ടടങ്ങും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ വലിയ കമ്പനികൾ ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ മാർക്കറ്റ് ശരിക്കും സ്മോൾ ക്യാപ്പിൽ മാത്രമാണ് ചെറിയ പ്രശ്നം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ സ്മോൾ ക്യാപ്പിലാണ് പെർഫോമൻസ് വളരെ വീക്ക് ആയിട്ടുള്ളത്. 7% സ്മോൾ ക്യാപ്പ് ഇന്നലെ തൊട്ട് തന്നെ താഴോട്ട് തന്നെയാണ് സൂചിക നിൽക്കുന്നത്. അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഇതുവരെ പെർഫെക്റ്റായ രീതിയിൽ ഉയർന്ന് വരുന്നില്ല സ്മോൾ ക്യാപ്പ്. ഇപ്പോൾ ഇതിനകത്ത് പെർഫോം ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അത് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വിഗ്ഗി, ടാറ്റ പവർ, ഇൻഡിഗോ, പൈൻ ലാബ്സ്, സൈഡസ് ലൈഫ് സയൻസ്, ഓല ഇലക്ട്രിക്, ഹൊട്ട്കോ, ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ, JSW എനർജി, ഗ്രാഫൈറ്റ് ഇന്ത്യ, ഇതെല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പിക്കപ്പ് മാർക്കറ്റ് കാണിക്കുന്നില്ല. അത് ഇനിയും കുറച്ച് ടൈം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിലുപരിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഒരു 40 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് അജിലിറ്റാസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സൂപ്പർ താരങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് തന്നെ ഒരു മോട്ടിവേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ വാർത്തകൾ ഇങ്ങനെ എടുത്ത് പറയുന്നത്. ട്രംപ് യൂറോപ്പിനെയും നാറ്റോയെയും 2 തരത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നാറ്റോ എന്നെ ഡാഡി എന്നാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശവും, അതോടൊപ്പം യൂറോപ്പിനെ കുറച്ചുകൂടെ ഹാർഷ് ആയിട്ടുള്ള ലാംഗ്വേജിൽ തന്നെയാണ് ട്രംപ് വിമർശിക്കുന്നത്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു അറുതി കൊണ്ടുവരാൻ പറ്റാത്തതിൽ യൂറോപ്പിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ വാദം. ഈ ട്രംപിന്റെ വാദം മാത്രമല്ല, ഇതൊരു പരിധിവരെ സത്യവും കൂടിയാണ്. നമ്മൾ പണ്ട് തൊട്ടേ വെസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം വളരെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്, അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ട്രംപിന് ഇപ്പോൾ ഇത് ഇന്ന് വൈകിയാണ് മനസ്സിലായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കിത് പണ്ടേ മനസ്സിലായ വിഷയമാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ ഡീക്കേയിങ് യൂറോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീക്കേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അങ്ങ് ചീഞ്ഞഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പ്. അതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ കാനഡ റിലേഷൻഷിപ്പ് ഏത് അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണെ, അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി, ഇവരെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് 2-3 പ്രാവശ്യം ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള പല ഗ്ലോബൽ ഈവൻറ്റുകളിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് G20 സബ്മിറ്റിന് പോയ സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദിയും കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണയും സംസാരിച്ച് ഈ ഒരു വിഷയത്തിലേക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിൽ ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോപ്പറേഷൻ എഗ്രിമെന്റ് തയ്യാറായിരിക്കുകയാണ്. ആ ഒരു കോപ്പറേഷൻ നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യ കാനഡ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രമാത്രം ഇന്ത്യൻ സ്റ്റുഡൻസ്, അതേപോലെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളൊരു നാടാണ് കാനഡ. അവർക്ക് ഒരു ആശ്വാസമാവും ഇന്ത്യ കാനഡ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഇതിന് മുമ്പ് ഇരുന്ന പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഒരു സ്വന്തം ഈഗോ പ്രശ്നം എടുത്തുകൊണ്ട് വന്നിട്ട് ഇത്രമാത്രം വഷളാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇന്റലിജൻസ് ഷെയറിംഗ് ഇൻഫർമേഷൻസ് വരുന്നതോടുകൂടി നമുക്ക് ഒരുപാട് ഖാലിസ്ഥാനി ഭീകരന്മാരെ കുറിച്ചുള്ള ആ ഒരു എക്സ്ട്രാഡിഷൻ ഫോം മുന്നോട്ട് നീക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഇടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ ഈ ഒരു സഹകരണം എസ്റ്റാബ്ലിഷ് ആയ സ്ഥിതിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവത്തില്ല. പക്ഷേ തുടരെ കുറച്ചുകൂടെ ബന്ധം ശക്തിപ്പെടുന്നതനുസരിച്ച്, വ്യാപാര ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുന്നതനുസരിച്ച് ഇന്ത്യ ഈ ഖാലിസ്ഥാനി ഭീകരന്മാർക്കെതിരെയുള്ള നീക്കങ്ങൾ മുന്നോട്ട് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് സത്യനാഥല്ല മൈക്രോസോഫ്റ്റിന്റെ $17.5 ബില്യൺ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രഖ്യാപനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് സത്യനാഥല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ AI ഗ്രോത്ത്, AI ബബിൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. AI ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് കൂടുതലായിട്ട് നടക്കുന്നില്ല, ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗ്രോത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് പാർക്ക് ചെയ്ത മണി അവിടെ തന്നെ കിടക്കുകയാണ് ഡംപായിട്ട്.
ഗ്രോത്ത് വേണമല്ലോ. അപ്പം അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിലേക്ക് ഇമാതിരിപ്പെട്ട വൻകിട കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നതിൽ നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നിലവിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, നിലവിൽ എന്താണോ AI ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ, ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ ലോകത്ത് എവിടെയെല്ലാം സാധ്യതകളുണ്ടോ അവിടെയൊക്കെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നിലവിലെ AI കമ്പനികളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷൻ ശക്തമായി നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം AIക്ക് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇന്ത്യയാണ് ഏറ്റവും നല്ല മാർക്കറ്റ്. ഇത് സാം ആൽട്ട്മൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നിട്ട് ChatGPTയുടെ ഓഫീസ്, OpenAIയുടെ ഓഫീസ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ChatGPT ഈ OpenAIയുടെ ആപ്പ് ഉപയോഗിക്കുന്നത് ഇന്ത്യൻസ് ആണ്. കാരണം ഇന്ത്യയിൽ അത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ് പോപ്പുലേഷനാണ്. ഇവരെല്ലാവരുമാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഈ $17.5 ബില്യൺ എന്ന് പറയുന്നത് ഏഷ്യയിൽ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഏഷ്യയിൽ തന്നെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇപ്പം സത്യനാഥല്ല നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഗൂഗിൾ ഹൈദരാബാദിൽ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഓൺ ഗോയിങ്ങിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റും കൂടി ഇന്ത്യക്കുള്ളിലേക്ക് വരുന്നത്. കാരണം ഇന്ത്യയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അതിപ്പോൾ IT കമ്പനികൾക്കും കൂടി അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇനി നമ്മൾ അമേരിക്കൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബിസിനസ് മാത്രം നടത്തിയാൽ പോരാ, നമ്മൾ ഗ്ലോബലി തന്നെ അവൈലബിൾ ആകണം എന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികൾക്ക്, പ്രത്യേകിച്ച് IT കമ്പനികൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഇന്ത്യക്കുള്ളിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ അപ്സ് ആൻഡ് ഡൗണിനെ നോക്കിയിട്ട് നമ്മൾ ഇന്ത്യയുടെ ഭാവിയെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഇതൊക്കെ താൽക്കാലികമാണെന്നുള്ളത് ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചൈന ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് അരുണാചൽ പ്രദേശിലുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ, അവരുടെ പാസ്പോർട്ട് ചൈന വാലിഡ് അല്ല എന്ന് പറയുകയും അതുപോലെ തന്നെ അവരെ ചൈനീസ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതായിട്ടും അതുപോലെ അവരെ കളിയാക്കിയതായിട്ടും മോക്ക് ചെയ്തതായിട്ടുള്ള ആ ഒരു വിഷയം കത്തിപ്പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വിഷയത്തിനെ തുടർന്ന് ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്നും സ്പോക്സ് പേഴ്സൺ രൺധീർ സിംഗ് ജയ്സ്വാലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു പറഞ്ഞത്. അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ചൈന ബന്ധം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിൽ വീണ്ടും നമ്മൾ എയർ ട്രാവലൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ക്യാരി ചെയ്ത് വരുന്ന ആൾക്കാരെ അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റിയോടുകൂടി ഡീൽ ചെയ്യാൻ ശ്രമിക്കണം ചൈന. ഇതൊരു വാണിംഗ് തന്നെയാണ്, ഇത് വാണിങ്ങിൻ്റെ സൂചനയാണ്. ഇപ്പം ഇതിനകത്ത് അരുണാചൽ പ്രദേശ് ചൈനയുടെയാണെന്നുള്ള ക്ലെയിമൊക്കെ ചൈനീസ് ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ പല വിടുവായ്ത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോയിരിക്കുന്നത്. ഇത് ശരിക്കും ഇന്ത്യ എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും കൂടി ഒരു നേവൽ എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യ ബന്ധത്തിനെ ചൈന വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചൈന വലിയ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ റഷ്യ ചൈന ആ രീതിയിൽ ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ഇന്ത്യയും റഷ്യയും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഈ പുടിൻ മോദി കൂടിക്കാഴ്ചയെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. We fully share your concern following the recent incident at the Shanghai airport that you have cited. We expect the Chinese authorities to provide assurances that Indian citizens transiting through Chinese airports will not be selectively targeted, arbitrarily detained or harassed, and that regulations governing international air travel would be respected by the Chinese side. MEA would advise Indian nationals to exercise due discretion while traveling to China or while transiting through the country. അതായത് ചൈനയ്ക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ചൈനയെ ആ രീതിയിൽ മൊത്തത്തിൽ അങ്ങ് വിശ്വാസത്തിലെടുത്ത് ഇന്ത്യ മുന്നോട്ട് പോകില്ല എന്നുള്ളതിൻ്റെ ആ ഒരു സൂചന കൂടി തന്നെയാണിത്. കൃത്യമായിട്ട് ചൈനയെ എവിടെ നിർത്തണം എന്നുള്ളത് ഇന്ത്യക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.